കൂട്ടരെ എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചേച്ചി ജംബോ ബ്രെഡിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ജംബോ ബ്രെഡിന്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ഇടുമെന്ന്. അപ്പോൾ ഒത്തിരി പേര് ചേച്ചി ഞങ്ങൾക്ക് ആ റെസിപ്പി വേണമെന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ല അടിപൊളിയൊരു ജംബോ ബ്രെഡ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ബ്രെഡ് എന്ന് പറഞ്ഞാൽ സൈസ് ഓവറായിരിക്കും, 1 കിലോയുടെ മുകളിലുണ്ടാവും വെയിറ്റ് വരുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ ബ്രെഡ് കൊണ്ട്. അപ്പം വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ചേച്ചി ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് എല്ലാവരും ചെയ്യുക, എന്നിട്ട് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുക. പിന്നെ അതിൻ്റെ മോൾഡൊക്കെ വാങ്ങുക കേട്ടോ. സാധാരണ ബ്രെഡിൻ്റെ മോൾഡാണെങ്കിലും മതി, പക്ഷെ നമുക്ക് നല്ല സൈസിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ മോൾഡ് വാങ്ങുക. ടോപ്പുള്ള മോൾഡ് വാങ്ങണം. അതിന് പുൾമാൻ മോൾഡ് എന്നാണ് പറയുക. അപ്പോൾ അത് ചോദിച്ച് വാങ്ങുക കേട്ടോ ഷോപ്പിലൊക്കെ പോയിട്ട്. പിന്നെ നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ബാച്ച് ഈ മാസം 25-ാം തീയതിയാണ്. ചേച്ചി എപ്പോഴും പറയുന്ന പോലെ എല്ലാ മാസവും 2 ബാച്ച് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ മാസമായിട്ട് നമുക്ക് 1 ബാച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവനൊക്കെ വാങ്ങാത്തവർ എല്ലാവരും വാങ്ങി വെക്കുക. ക്ലാസ്സിനായിട്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കുക. ഒത്തിരി പേര് അവരുടെ സീറ്റുകൾ ബുക്ക് ചെയ്തു. ഇനി കുറഞ്ഞ സീറ്റുകളും കൂടി ഉള്ളൂ. ഇനി ആരെങ്കിലുമൊക്കെ ഈ മാസം ചേരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ സീറ്റുകൾ ഉറപ്പുവരുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ 100 സീറ്റാണ് ഒരു ബാച്ചിലേക്ക് ഉണ്ടാവുക. അത് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 100 സീറ്റ് നമ്മൾ പറഞ്ഞ ഡേറ്റിന് മുമ്പേ തന്നെ 120-ന് മുകളിൽ കുട്ടികൾ ജോയിൻ ആയി, കുറേ കുട്ടികൾ. അപ്പോൾ അവർക്ക് ജോയിൻ ആവാനായിട്ട് പറ്റിയില്ല. അവരെല്ലാം ഈ ബാച്ചിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചെറിയൊരു ഫീസാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനുള്ളൂ. അതിൽ ഒരുപാട് റെസിപ്പികൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ബേക്കറിയൊക്കെ ചെറിയ തോതിൽ നമുക്ക് സ്ത്രീകൾക്ക് വരുമാനം വരാത്ത ഒരുപാട് സ്ത്രീകൾ ചേച്ചി ദിവസവും മെസ്സേജ് അയക്കുന്നുണ്ട്. അവരുടെ സങ്കടങ്ങൾ പറയുന്നുണ്ട്. ചേച്ചി അതൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നല്ലൊരു സ്കില്ലാണ് ബേക്കിംഗ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. വീട്ടിലെ അധികം പേർക്കും പുറത്തൊന്നും ജോലിക്ക് പോകാനുള്ള എന്താ പറയുക, ആ സാഹചര്യം ആയിരിക്കില്ല. അപ്പം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് വീട്ടിലെ ജോലികളും കൂടെ തീർത്തുകൊണ്ട് വീട്ടിൽ തന്നെ ചെറിയൊരു ഓവനും അതേപോലെ ഒരു സ്റ്റാൻഡ് മിക്സറൊക്കെ വാങ്ങി വെച്ച് ഇതേപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പുറത്തെ കടകളിലും അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാർക്കും ഇപ്പോൾ ഒരു പള്ളിയിൽ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഓർഡർ കിട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ ഉണ്ടാക്കി സെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന എത്ര കുട്ടികളാണെന്നറിയാം നമ്മുടെ ക്ലാസ്സിൽ. കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ 33-ാമത്തെ ബാച്ചാണ് ഇനി വരാൻ പോകുന്നത്. അവരുടെ വിജയകഥകളൊക്കെ നിങ്ങൾ വാട്സപ്പിലൂടെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾക്കും ചേരണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളിലുണ്ട്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഓരോ ബാച്ചിലും ചേരാൻ പറ്റുന്നില്ല. അങ്ങനെ കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ബാച്ചിലേക്ക് ചേരാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഓവനൊക്കെ വാങ്ങി സെറ്റായിട്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റിയൊരു നല്ലൊരു അവസരമാണ്. നമ്മൾ ഈ അവസരം പാഴാക്കണ്ട. കാരണം നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ ചേച്ചിയുടെ അടുത്ത് വരുന്നുണ്ട്. ഈ ഒരു കുഞ്ഞ് ഫീസിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബേക്കറിയിലെ ജെന്യൂൻ ആയിട്ടുള്ള റെസിപ്പിയാണ് ചേച്ചി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ ഒത്തിരി ഫീസ് കൊടുത്ത്, ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പഠിച്ച കുട്ടികൾ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടങ്ങൾ പറയാറുണ്ട്. ചേച്ചി അത് ശരിയാവുന്നില്ല, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ശരിയാവുന്നില്ല. പിന്നെ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ പോലും അതിനൊരു റിപ്ലൈ ഇല്ല, ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമ്മളുടെ അടുത്ത് നിങ്ങൾ പഠിച്ചു കഴിയുന്നത് വരെ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായി നിന്നുകൊണ്ട് ചേച്ചി ഉണ്ടാവും എന്നുള്ള എല്ലാ ഉറപ്പും ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് ചേരാൻ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, കുറേ പേർക്കൊക്കെ അറിയാം, കിട്ടിയിട്ടുണ്ടാവും. ഇല്ലാത്തവർ നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. കോളുകൾ എടുക്കാൻ ചേച്ചിക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കി കാര്യങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാവർക്കും കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. 1-2 പ്രാവശ്യം നന്നായിട്ട് വീഡിയോ കാണണം. എന്നിട്ട് വേണം നമ്മൾ ചെയ്ത് നോക്കാനായിട്ട്. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആയില്ലെങ്കിൽ നിരാശപ്പെട്ട് അവിടെ ഇട്ടിട്ട് പോവരുത്. വീണ്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ 2ാമത്തെ പ്രാവശ്യമായിരിക്കും, ചിലപ്പോൾ 3ാമത്തെ പ്രാവശ്യമായിരിക്കും അത് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ കിട്ടുമ്പോഴുള്ള കുട്ടികളുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അവരത് എന്നോട് ഷെയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞു പോകാറുണ്ട്. അത്രയ്ക്ക് ആനന്ദ കണ്ണീരാണ് അവരിൽ നിന്നൊക്കെ വരാറുള്ളത്. ഒരു സ്കില്ലാണ്, നല്ലൊരു സ്കില്ല് കുഞ്ഞൊരു ഫീസിന് ചേച്ചി പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം കാണിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ അവസരം പാഴാക്കാതെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ.
പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ പിന്നെ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. വലിയൊരു ബ്രെഡാണ് കേട്ടോ. ഒരു ഫാമിലിക്കൊക്കെ ഒറ്റൊരു ബ്രെഡ് മാത്രം മതി, അത്രയും ഉണ്ട്. 1.25 കിലോ ഉണ്ട് വെയിറ്റ് ഈ ഒരു ബ്രെഡിൻ്റെ. ഞാൻ തൂക്കി നോക്കി, 1.25 കിലോ ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഉപ്പും ഈസ്റ്റും എല്ലാം ഉണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഇവിടെ ഫ്ലോർ എടുത്തിട്ടുള്ളത് 800 ഗ്രാമാണ്. ഷുഗർ ഞാൻ എടുത്തിട്ടുള്ളത് 150 ഗ്രാമാണ്. നമുക്ക് 50 ഗ്രാം മുതൽ ഇടാം. 50 ഗ്രാം മുതൽ 150 ഗ്രാം വരെ ഇടാം. നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ബ്രെഡിന് മധുരം കുറവാണ്. നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ 50 ഗ്രാം ഇട്ടാൽ മതി. അപ്പം കുറച്ച് ടേസ്റ്റൊക്കെ കുറവായിരിക്കും. അപ്പം മധുരം കൂടുതൽ വേണം, ടേസ്റ്റ് കുറച്ചുകൂടെ വേണം എന്നുള്ളവർക്ക് 150 ഗ്രാം വരെ ഇടാം. പിന്നെ സാൾട്ടാണ്. സാൾട്ട് ഒരു 12 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 ഗ്രാം വാനില പൗഡർ, ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ഞാൻ 12 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. നല്ല ചൂട് കാലാവസ്ഥയ്ക്ക് ആണെങ്കിൽ 12 ഗ്രാം മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ഗ്രാം വരെ ഇടാം. പിന്നെ ഇവിടെ നമ്മൾ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ്. ഇതിന് പകരമായിട്ട് ബട്ടർ ചേർക്കാം കേട്ടോ. അപ്പം ഓയിൽ എടുത്തത് 50 ml ആണ്. അതിന് പകരം നിങ്ങൾക്ക് 50 ഗ്രാം ബട്ടർ ചേർത്താലും മതി. പിന്നെ വെള്ളം ഒരു 480 500 ml വരെ എടുക്കാം. 480 ഒക്കെ മതിയാവും. 500 എടുത്ത് വെക്കുക. വേണമെങ്കിൽ ഈ വെള്ളം ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചൂടാക്കിയിട്ട് എടുത്താൽ പെട്ടെന്ന് പ്രൂഫായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുമിച്ച് ഇടുക, ഈസ്റ്റും അതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് വെള്ളം ഒഴിച്ച് സാവകാശം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നീഡ് ചെയ്യൽ 20 മിനിറ്റ് തന്നെ കറക്റ്റായിട്ട് ചെയ്യണം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. മൈദ ഇട്ട് കൊടുക്കുക. എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഷുഗറും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ സാൾട്ട്, വാനില പൗഡർ, ഈസ്റ്റ്. ഓയിൽ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഓയിൽ ചേർക്കുന്നത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ ഞാനിവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഓയിൽ എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈസ്റ്റൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആവട്ടെ. ഫ്ലോറിൽ എല്ലാ ഭാഗത്തും ഈസ്റ്റും നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. വേണമെങ്കിൽ നമുക്ക് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ചെറിയ ഒരുപാട് ചൂടുണ്ടാവരുത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വെള്ളം എപ്പോഴും ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിൽ സ്റ്റാൻഡ് മിക്സറൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ അതിൽ ചെയ്തെടുക്കുക. ഒത്തിരി ഒന്നും മാവ് അതിനകത്തേക്ക് കുഴയ്ക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിട്ട് പോകും. അപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ അതിൽ കുഴച്ചെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും എല്ലാവർക്കും ഇത് കുറച്ച് കൂടുതൽ ഫ്ലോർ ഉണ്ടല്ലോ, 1 കിലോയുടെ അടുത്തുണ്ട്. അപ്പോൾ 1 കിലോ അല്ല, എല്ലാ വെള്ളമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒരു 1,400 വരും, ഷുഗറും കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ അത്രയൊന്നും നമുക്ക് കൈ വെച്ചിട്ട് എന്തായാലും ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. അധികം പേർക്കും കൈവേദന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്തോ കേട്ടോ. ഒന്നിച്ച് പറ്റൂല്ലെങ്കിൽ 2 പ്രാവശ്യം ആണെങ്കിലും മിക്സ് ചെയ്തെടുത്തോ. അപ്പം ഞാൻ എന്തായാലും നമുക്കത് ശീലമാണല്ലോ ചെയ്ത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൗണ്ടർ ടോപ്പിലിട്ടിട്ട് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ വെള്ളം കൂടി പോവരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ഏകദേശം. ഒരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ ആക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ഓയിലും കൂടെ ചേർക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ 500 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 480 ml വെള്ളമൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് ആവും. വെള്ളം നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. സൈഡിൽ നിന്നൊക്കെ മൈദയൊക്കെ പറ്റി പിടിച്ചതൊക്കെ ഇതേപോലെ വടിച്ചെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം എന്തായാലും ഇതിൽ നമുക്ക് നീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും കൗണ്ടർ ടോപ്പിലേക്ക് ഇടുക, നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. എന്തായാലും ഞാനത് കാണിക്കുന്നില്ല, ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലേ നീഡ് ചെയ്യുന്ന. അപ്പോൾ അതേപോലെ നിർത്താതെ നമ്മുടെ കൈയുടെ ചൂട് പലർക്കും പല ടൈപ്പാക്കി. ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ നന്നായിട്ട് നീഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നേരം അവിടെ വിശ്രമിക്കാൻ വേണ്ടി റെസ്റ്റ് എടുത്തൊക്കെ നിൽക്കുമ്പോൾ പിന്നെ അത് പ്രൂഫിംഗ് ഒന്നും റെഡി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നിർത്താതെ ഒരേപോലെ
ഒരു 10-20 മിനിറ്റ് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തോ, നീഡ് ചെയ്തെടുത്തോ കേട്ടോ. അപ്പം മടിയുള്ളവരൊക്കെ നിർത്താതെ നന്നായിട്ട് അങ്ങ് 20 മിനിറ്റ് നീഡ് ചെയ്തോ. അപ്പം നല്ല എക്സസൈസും ആയിക്കോളും. ഇപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നീഡ് ചെയ്തെടുക്കട്ടെ. നമ്മുടെ മാവ് നന്നായിട്ട് നീഡ് ചെയ്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതുപോലൊരു പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ ആ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൽ പറ്റിപ്പിടിക്കും, നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ പറ്റിപ്പിടിക്കും. പിന്നെ നമ്മുടെ മോൾഡ് നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്ന ഒരു പഴയ മോൾഡാണ് കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് കുടിച്ച മോൾഡാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അടച്ച് വെക്കുമ്പം ഇത് ടച്ച് ചെയ്യും, നന്നായിട്ട് വന്ന് പൊന്തി ടച്ച് ചെയ്യുമ്പോഴേക്കും ഈ ടോപ്പിൽ പറ്റിപ്പിടിക്കും. പിന്നെ നമ്മളത് വലിച്ച് പറിച്ചെടുക്കുമ്പം ബ്രെഡിൻ്റെ ഷേപ്പ് പോവും. ഇനിയിപ്പോൾ ഇത് ഷേപ്പ് ചെയ്ത് മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാവ് ഞാൻ മോൾഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഷേപ്പ് ചെയ്യുന്നത് കാണിക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഷേപ്പ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഒരുപാട് ബ്രെഡ് ചേച്ചി ചെയ്തിട്ടിട്ടുണ്ട്, അതിലൊക്കെ ഷേപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ മൾട്ടിഗ്രെയിൻ ബ്രെഡൊക്കെ ഉണ്ടാക്കിയ സമയത്തൊക്കെ ഷേപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ബ്രെഡിൻ്റെ ഒരുപാട് റെസിപ്പികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തായാലും നമ്മുടെ മോൾഡിൽ എല്ലാ ഭാഗവും വരുന്ന രീതിയിൽ അത്രയും മോൾഡിൻ്റെ അത്രയും നീളത്തിൽ തന്നെ നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഏകദേശം ഒരു ഇത്ര ഭാഗം, ഒരു 1/4 ഭാഗം ആവുന്നത് വരെ ഇത് മൂടി വെക്കുക. പതുക്കെ ഒന്ന് മൂടി വെക്കുക. നമുക്ക് അഴിച്ച് നോക്കാനുള്ള സൗകര്യത്തിന് പതുക്കെ ഒന്ന് ടൈറ്റ് ആക്കണ്ട, പതുക്കെ മൂടി വെക്കുക. അത് ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിച്ചഴിക്കുമ്പോൾ ഇളകിയിട്ട് ഇതിനുള്ളിൽ നിറച്ച് എയറായിരിക്കും, അതങ്ങ് ഇരുന്ന് പോകും. പിന്നെ അനക്കുമെന്ന് നമ്മൾ പറയല്ലേ, ചെറിയ കുട്ടികളെ എടുക്കണ പോലെ വേണം നമ്മൾ ബ്രെഡൊക്കെ എടുക്കാനായിട്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷേക്ക് ചെയ്താൽ അതങ്ങ് ആദ്യം എങ്ങനെ വെച്ചോ അതേപോലെ അങ്ങ് ഇരുന്നോ, പിന്നെ അത് നന്നാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ടോപ്പ് പതുക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്രയും 1/4 അച്ചാവുന്ന സമയത്ത് അതുവരെ ഒരു 45 മിനിറ്റ് ഒക്കെ ആണ് പ്രിഫിങ് ടൈം വരുന്നത്. എന്നിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ഓവനിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാവുള്ളൂ കേട്ടോ. ഏകദേശം വലിയ നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഒരു 40 മിനിറ്റൊക്കെ വരും. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആക്കുക. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ തന്നെ ടെമ്പറേച്ചറും കൊടുക്കുക. എന്നിട്ട് ബേക്ക് ചെയ്ത് ഇറക്കാം. ഓക്കെ, എന്നിട്ട് കാണാം കേട്ടോ. അപ്പം നോക്കിക്കേ, നമ്മുടെ ബ്രെഡ് ബേക്കായിട്ടുണ്ട്. വലിയൊരു ബ്രെഡാണ് കേട്ടോ. ഒരു ഫാമിലിക്കൊക്കെ ഒറ്റൊരു ബ്രെഡ് മാത്രം മതി, അത്രയും ഉണ്ട്. 1.25 കിലോ ഉണ്ട് വെയിറ്റ് ഈ ഒരു ബ്രെഡിൻ്റെ. ഞാൻ തൂക്കി നോക്കി, 1.25 കിലോ ഉണ്ട്. അപ്പോൾ വേവാനായിട്ട് ഏകദേശം ഒരു 45 മിനിറ്റൊക്കെ എടുത്തു. ഉള്ളൊക്കെ നന്നായിട്ട് വേവണമല്ലോ. അപ്പം നല്ല ചൂടാണ്, ഇപ്പം നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ മുറിക്കുന്നില്ല, ചൂട് തണിഞ്ഞിട്ട് ഞാൻ മുറിച്ചോളാം. അപ്പം ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, ഇത് നമ്മൾ ഫോൾഡ് ചെയ്തപ്പോൾ മൈദപ്പൊടി ആയതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഓയിൽ ഇവിടെ മുകളിലൊക്കെ ഓയിൽ, നമുക്ക് എഗ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇറങ്ങി കഴിയുമ്പോൾ ചൂടോടെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആളുകൾ പൂത്തതാന്നൊക്കെ വിചാരിക്കും, ഇപ്പോൾ ചൂടുള്ള ബ്രെഡല്ലേ, അപ്പോൾ നമുക്കേ അറിയത്തുള്ളൂ അത്. അങ്ങനെ മൈദപ്പൊടിയിലിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 1.25 കിലോ ഉള്ള ബ്രെഡ് ഒരു ഫാമിലിക്ക് മൊത്തത്തിൽ കഴിക്കാനുള്ള അത്രയുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. പിന്നെ അതുപോലത്തെ മോൾഡ് വാങ്ങണം, എന്നാലല്ലേ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ചേച്ചിയോട് പറയാൻ മറക്കണ്ട. ചൂട് തണിഞ്ഞിട്ട് ഞാനിത് മുറിച്ചോളാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്രെഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ കേട്ടോ. വീട്ടിൽ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാതെ വെറുതെ വീഡിയോ കണ്ടിട്ട് ഇട്ടിട്ട് പോവരുത്. എല്ലാവരും ചെയ്ത് നോക്ക്, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. മധുരം കുറച്ചൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി മധുരം കൂട്ടിയിടണമെങ്കിൽ അതും കുഴപ്പമില്ല, നമുക്ക് മധുരം കൂട്ടിയിട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടൻ വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി.